വർഷങ്ങൾക്ക് മുമ്പ് 18 വയസ്സിനും 26 വയസ്സിനും ഇടയിലുള്ള കുറച്ച് കുട്ടികളിൽ നടത്തിയ സർവേയിൽ 52% ആളുകളും പറഞ്ഞത് തങ്ങളുടെ മെന്റൽ ഹെൽത്ത് പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്നാണ്. അവരായിരുന്നു മില്ലേനിയൽസ്. അതിനുശേഷം 10 വർഷങ്ങൾക്കിപ്പുറം ഇതേ സർവേ ഇതേ പ്രായത്തിലുള്ള കുട്ടികളിൽ ആവർത്തിച്ചപ്പോൾ വെറും 15% കുട്ടികൾ മാത്രമാണ് തങ്ങൾക്ക് മെച്ചപ്പെട്ട മാനസിക ആരോഗ്യമുണ്ടെന്ന് സമ്മതിച്ചത്. അതുപോലെ തന്നെ അവർക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിത അന്തരീക്ഷവും ഇല്ല എന്നായിരുന്നു അവരുടെ അഭിപ്രായം. അവരായിരുന്നു ജെൻസി. ഇപ്പോൾ ഈ പറഞ്ഞ റിസർച്ചും സർവേയും എല്ലാം അമേരിക്കയിലുള്ള യുവാക്കളുടെ ഇടയിൽ നടന്നിട്ടുള്ളതാണ്. അത് കേട്ട് ആശ്വസിക്കൊന്നും വേണ്ട. നമ്മുടെ ഇന്ത്യയിലും ഇതേ സ്ഥിതി തന്നെയാണ്. ഇതിനേക്കാൾ കൂടുതൽ മോശമാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ജനറേഷനിലുള്ള ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുകയും അത് പ്ലാൻ ചെയ്യുകയും ചിലരെങ്കിലും അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആങ്സൈറ്റി, സ്ട്രെസ്, പാനിക് അറ്റാക്സ്, ബോഡി ഇമേജ് ഇഷ്യൂസ്, അങ്ങനെ എന്തൊക്കെയാണ് ഈ ചെറു പ്രായത്തിലുള്ള കുട്ടികൾ സഫർ ചെയ്യുന്നത്? ഇതൊക്കെ ഇവരുടെ മാത്രം പ്രശ്നമാണോ, അതോ സൊസൈറ്റിയുടെ പ്രശ്നമാണോ? സൊസൈറ്റി, പാരന്റിങ്, സോഷ്യൽ മീഡിയ, അങ്ങനെ ഒരുപാട് വില്ലന്മാരുണ്ട്. അപ്പൊ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികളെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളും അതുപോലെ തന്നെ തെറ്റിദ്ധാരണകളും ഒന്ന് അനലൈസ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പൊ ശരി, വീഡിയോയിലേക്ക് പോവാം. അറിയാത്തവർക്ക് വേണ്ടി പറയാം, ജനറേഷൻ സി എന്ന് പറഞ്ഞാല് 1997-നും 2012-നും ഇടയിൽ ജനിച്ച ആളുകളാണ്. ഈ ജനറേഷന്റെ പ്രത്യേകത ഇവര് വളരുന്നതും ഇന്റർനെറ്റ് വളരുന്നതും ഒരേ സ്പീഡിലാണെന്നുള്ളതാണ്. ഇവർക്ക് തൊട്ടു മുന്നേ ഉള്ള ജനറേഷൻ വരെ എന്തെങ്കിലും ഒരു സംശയങ്ങൾ ഉണ്ടായാൽ ടീച്ചേഴ്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കും. പക്ഷെ ഇവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാൽ ഇവർ ഗൂഗിളിനോട് ചോദിക്കും, അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയോട് ചോദിക്കും. ഇതിന് തൊട്ട് മുന്നേ ഉള്ള ജനറേഷൻ വരെ എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ കസിൻസിന്റെ അടുത്ത് പോകും, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ അവർക്ക് ഇൻസ്റ്റാഗ്രാമും ഡേറ്റിംഗ് ആപ്സും ഒക്കെയാണ്. റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ജെൻസി ആവറേജ് 8 മണിക്കൂർ ഡെയിലി ഓൺലൈനിൽ ഉണ്ടാവാറുണ്ട്. അതിൽ തന്നെ ഏകദേശം 3 മണിക്കൂറോളം ഇവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റർനെറ്റും ഇവരും ഒന്നിച്ച് വളർന്നതായതുകൊണ്ട് തന്നെ ഈ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് ഇവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇവർക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയയും അതിലെ ജീവിതവും ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഹൈപ്പർ റിയാലിറ്റി. ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ജീൻ ബോഡ്രിലിയാഡ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആണ്. ഈ റിയാലിറ്റിയും ഇമാജിനേഷനും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പ്രത്യേകതരം മാനസിക നിലയാണ് ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ കൂടി ഹാപ്പി ആണെന്ന് ഭാവിച്ചുകൊണ്ട്, ഹാപ്പി ആണെന്ന് ആക്ട് ചെയ്തുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ പോലെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത്, അതിന് മൂലം നമ്മളും റിച്ച് ആണെന്ന് അസ്യൂം ചെയ്യുകയും അങ്ങനെ ഭാവിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിനൊക്കെ ആളുകൾ ലൈക്ക് ചെയ്യുന്നതും കമന്റ് ചെയ്യുന്നതും ഒക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ പുളകം കൊള്ളുകയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ആരോടെങ്കിലും ചാറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു കണ്ടന്റ് കാണുമ്പോൾ നമ്മൾ ലൈക്ക് ചെയ്യുന്നതും കമന്റ് ചെയ്യുന്നതും ഒക്കെ അത് ഫീൽ ചെയ്തിട്ടാണോ? പലതരം ഇമോജീസും ഹാർട്ടും ഒക്കെ വാരി വിതറുമല്ലോ. ഇതൊക്കെ നമ്മൾ ഫീൽ ചെയ്തിട്ടാണോ? ആത്മാർത്ഥമായിട്ടാണോ? അല്ല, എല്ലാം ഒരു കൊടുക്കൽ വാങ്ങലാണ്. ഇന്ന് ഞാൻ അവന്റെ ഫോട്ടോയ്ക്ക് ലൈക്ക് ചെയ്താൽ നാളെ ഞാൻ എന്റെ ഫോട്ടോ ഇടുന്ന സമയത്ത് അവനും ലൈക്ക് ചെയ്യും. അത്രേ ഉള്ളൂ. ഇതിന്റെയൊക്കെ റിയാലിറ്റി ഇത്രേ ഉള്ളൂ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ജെൻസി ഈ ലൈക്കിന്റെയും കമന്റിന്റെയും ഷെയറിന്റെയും ഫോളോവേഴ്സിന്റെ ഒക്കെ പുറകെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആകാനും വൈറലാകാനും വേണ്ടി ഇവർ എന്തും ചെയ്യും. ഉദാഹരണത്തിന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചായ ഗ്ലാസിന്റെ ഒരു പെർഫെക്റ്റ് ആംഗിളിൽ നിന്നുള്ള ഒരു ഫോട്ടോ, എന്നിട്ട് അതിന് വായിൽ കൊള്ളാൻ മേത്ത ക്യാപ്ഷനും എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ഇട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചായ തണുത്തിട്ടുണ്ടാവും. ചായയുടെ കാര്യം മാത്രമല്ല, എന്ത് ഫുഡ് കഴിച്ചാലും അതിന് കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നവരാണ് നമ്മളിലധികവും. അതിന് ജെൻസിയെ മാത്രം കുറ്റം പറയണ്ട കേട്ടോ. പക്ഷെ എന്നാലും പല ആംഗിളിൽ നിന്നുള്ള പല ഫിൽറ്ററും ഒക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് എസ്തറ്റിക് ലുക്ക് ഒക്കെ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ ഒരു പക്ഷേ ഇവന്മാർ തന്നെയായിരിക്കും ബിരുദന്മാര്. അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, സഹോദരനും സഹോദരിയും തമ്മിലുള്ള സ്നേഹമൊക്കെ എങ്ങനെയായിരിക്കണം, എങ്ങനെ ആയിക്കൂടാ, എന്താണ് ടോക്സിക്, എന്താണ് ബെസ്റ്റ് എന്നൊക്കെ തീരുമാനിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ഇപ്പൊ റീൽസും ഷോർട്സും ഒക്കെയാണ്. സ്വയം ഒരു ജീവിതാനുഭവം ഇല്ലാതെ ജസ്റ്റ് ഈ റീൽസും ഷോർട്സും മാത്രം കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിക്കൂടാ എന്നുള്ള അപക്വമായിട്ടുള്ള തീരുമാനങ്ങളും അപക്വമായിട്ടുള്ള വിശ്വാസങ്ങളുമാണ് ഇപ്പോഴത്തെ ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം.
ഇവർക്ക് യഥാർത്ഥത്തിൽ ആരോടും അറ്റാച്ച്മെന്റോ ആരോട് ഇമോഷണലി കണക്ഷനോ ഒന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ ഈ ഷോർട്സിലെയും റീൽസിലെയും ഒക്കെ ഈ സ്നേഹത്തിന്റെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള റിഹേഴ്സൽ ഒക്കെ ചെയ്ത് പെർഫെക്റ്റ് ആക്കി നമ്മളെ കാണിക്കുന്ന ഈ ഒരു ആക്ട് കണ്ടിട്ട് അവർക്ക് കൂടുതൽ ഇൻസെക്യൂരിറ്റി തോന്നുകയും കൂടുതൽ ഉൾവലിയാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഒരു സംഭവം സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും കാര്യത്തിൽ മാത്രമല്ല, ഈ സ്റ്റൈലിന്റെയും ലുക്കിന്റെയും ഒക്കെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. ചില പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആക്കി നമ്മളെ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ കുട്ടികൾക്ക് തോന്നും, എന്റെ ലൈഫിൽ ഇങ്ങനൊന്നും അല്ലല്ലോ, ഞാൻ ഇങ്ങനൊന്നും അല്ലല്ലോ. അവർക്ക് ഡിപ്രഷൻ അടിക്കാൻ പിന്നെ കൂടുതൽ കാര്യങ്ങൾ വേണ്ടല്ലോ. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെയുള്ള ചില്ലായിട്ടുള്ള പേരൻസ് എനിക്കില്ലല്ലോ, ചില്ലായിട്ടുള്ള ഫാമിലി എനിക്കില്ലല്ലോ, എന്റെ കയ്യിൽ ഐഫോൺ ഇല്ലല്ലോ, എന്റെ കയ്യിൽ സൂപ്പർ ബൈക്കുകൾ ഇല്ലല്ലോ, എന്റെ ഫിഗർ കൊള്ളില്ലല്ലോ, ഇതിലൊന്നും കാണുന്ന പോലെയുള്ള ശരീരമോ ഭംഗിയോ സ്കിന്നോ ഒന്നും എനിക്കില്ലല്ലോ, എന്റെ വീടും സെറ്റപ്പും ഒന്നും മൊത്തത്തിൽ ആളുകളെ കാണിക്കാൻ കൊള്ളാത്ത രീതിയിലുള്ളതായി പോയല്ലോ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എനിക്കൊരു പെണ്ണില്ലല്ലോ എന്നുള്ള നിലവിളിയും കരച്ചിലും ഒക്കെയാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഈ ഒരു സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. എന്റെ ലൈഫിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നും ഇല്ലല്ലോ എന്നുള്ള ചിന്ത, അതിനെ ചൊല്ലിയുള്ള ഡിപ്രഷൻ. ഈ കുട്ടികൾക്ക് സ്വന്തം ഫ്രണ്ട്സിനോടോ സ്വന്തം സഹോദരങ്ങളോടോ കസിൻസിനോടോ സംസാരിക്കാൻ മടിയാണ്. പക്ഷെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ വെക്കാനും അതൊക്കെ താല്പര്യമാണ്. ഗേൾ ഫ്രണ്ട്സിനോടൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന പല കുട്ടികളും ഉണ്ട്, എനിക്ക് നേരിട്ട് തന്നെ അറിയാം. ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ലോൺലിനെസ് ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ലോൺലിനെസ്സിനെ ഒരു ഗ്ലോബൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. പല റിപ്പോർട്ടുകളും പ്രകാരം കോവിഡിന് ശേഷമാണ് ആളുകളുടെ ഇടയിൽ ഈ ആങ്സൈറ്റിയും സെൽഫ് ഡൗട്ടും അതുപോലെ തന്നെ ലോൺലിനെസ്സും ഒക്കെ ഒരുപാട് വർദ്ധിച്ചത്. എല്ലാത്തിനും കാരണക്കാരി കുട്ടികളാവാൻ സാധ്യതയില്ലല്ലോ. കുട്ടികളുടെ കുറ്റം അവിടെ നിൽക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് സംസാരിക്കാം ഹെലികോപ്റ്റർ പാരന്റിങ്. ജെൻസി മക്കളുടെ ഭൂരിഭാഗം പാരന്റ്സും അവരെ വളർത്തുന്ന രീതി, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതി കുറച്ച് പ്രശ്നമുള്ളതാണ്. എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കളെ നല്ല മികച്ച രീതിയിൽ വളർന്നു വരണമെന്നും വലിയ ആളാകണമെന്നും ആഗ്രഹിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി കുട്ടിയാണ് തീരുമാനിക്കുന്നത് താൻ ആരാകണം, എന്താകണം എന്നൊക്കെ ഉള്ളത്. അവന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, അവന് വേണ്ടുന്ന സംസ്കാരം കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് അവന്റെ മുകളിൽ വേറൊരു കാര്യം അടിച്ചേൽപ്പിക്കാൻ ഒരു മാതാപിതാക്കൾക്കും അവകാശമില്ല. എന്നാൽ ഈ പേരൻസ് അവരുടെ മക്കൾക്ക് ഒരു വലിയ സുരക്ഷാ കവചം ഉണ്ടാക്കി അതിനുള്ളിലിട്ട് അവരെ വളർത്തുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിലെ ജയവും പരാജയവും ശരിയും തെറ്റും നല്ലതും ചീത്തയും സന്തോഷവും സങ്കടവും ഒക്കെ സ്വയം അനുഭവിച്ചറിഞ്ഞ് വളരാനായിട്ട് അവരെ ശീലിപ്പിക്കണം. ഇത് അനുവദിക്കാതെ ഞാൻ എൻ്റെ കുട്ടിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്, അവൻ ഒരു സങ്കടവും വരാൻ ഞാൻ അനുവദിച്ചിട്ടില്ല എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന പാരൻസ് ഉണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങൾ ജീവിതത്തിൽ ഇതൊക്കെ അനുഭവിച്ചത് കൊണ്ടാണ് ഇപ്പോൾ മികച്ച ഒരു വ്യക്തികളായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളും ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക. ആ വ്യക്തിയെയും വളരാനായിട്ട് അനുവദിക്കുക. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അവനും അറിയട്ടെ. അവനൊന്നും അറിയാതെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവനെ ഇങ്ങനത്തെ ഒരു വ്യക്തിയാക്കി മാറ്റാതിരിക്കുക. പിന്നെ ഈ ജനറേഷനെ കുറ്റം പറച്ചില് അത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. പണ്ടത്തെ കാലത്തെ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ അതിനുശേഷം വന്ന ആളുകളെ കുറ്റം പറയാറുണ്ട്. TV വന്ന കാലത്ത് എല്ലാവരും TVയെ കുറ്റം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് മൊബൈലും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ വന്നപ്പോൾ നമ്മൾ അതിനെ കുറിച്ച് കുറ്റം പറയുന്നത്. അപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ ഒറ്റപ്പെടുത്താതെ അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരോട് തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക, അവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്ത് അവരെ നല്ല വ്യക്തികളാക്കി വളർത്താൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. കുട്ടികളുടെ ഇടയിലെ ഓവർ സ്റ്റിമുലേഷൻ, അവര് ഇങ്ങനെ ഈ ഷോർട്സ് റീൽസ് പോലെയുള്ള ഷോർട്ട് ടൈം കണ്ടന്റുകൾ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം, അതുപോലെ തന്നെ കുട്ടികൾ പോർണോഗ്രാഫി കണ്ടന്റുകൾ കൺസ്യൂം ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ ഇടയിലെ പ്രണയം, അവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ്, അവരുടെ സൂയിസൈഡൽ ടെൻഡൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ഈ വീഡിയോയുടെ പാർട്ട് 2 കാണാൻ മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.